ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ക്വിസിൻ ലാബ്. ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന സേമിയ പായസത്തിൽ നിന്ന് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഈ പായസം തയ്യാറാക്കാനായിട്ട് ഒരു വലിയ ബീട്രൂട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം. ഇനി വേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി അതിൽ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇവിടെ 100 ഗ്രാം സേമിയ ആണ് യൂസ് ചെയ്യുന്നത്. ഈ നെയ്യിൽ ഞാൻ ഈ സേമിയ നന്നായി ഒന്ന് വറുത്തെടുക്കുകയാണ്. ഷോപ്പിലൊക്കെ വറുത്ത സേമിയത്തിൻ്റെ പാക്കറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്താണ് ഇനി ഞാൻ പാല് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 3 പാക്കറ്റ് പാലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, 500 ml. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷമാണ് ഇളക്കി കൊടുത്തത്, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഞാൻ മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ കൂടുതലും മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്നാലേ പായസത്തിന് നല്ലൊരു ക്രീം കളറൊക്കെ വന്ന് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നല്ല കട്ടിയും കിട്ടണമെങ്കിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യണം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളവും ബീട്രൂട്ടും കൂടെ രണ്ടും കൂടെ തന്നെയാണ് ഈ പായസത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. പായസത്തിന് നല്ലൊരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി പൊടിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ചെടുത്തിട്ട് അതിൻ്റെ കുരു മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ പായസത്തിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നെയ്യിൽ വറുക്കൊന്നും ചെയ്യാതെ തന്നെയാണ് ഡയറക്റ്റ് അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി കൂടുതൽ നെയ്യൊന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് വന്നിട്ടുള്ളത്. പായസത്തിൻ്റെ തുടക്കത്തിൽ മാത്രമേ നെയ്യ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസമാണ്. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.